രാമായണം 12-ാം ദിവസം. വിരൂപയാക്കപ്പെട്ട ശൂർപ്പണഖ തന്റെ സഹോദരനായ രാവണനെ കണ്ട് കാര്യങ്ങൾ പറയുന്നു. സീതയെ അപഹരിക്കുവാൻ ഉദ്ദേശിച്ച് രാവണൻ മാരീചന്റെ സഹായത്തോടുകൂടി ആശ്രമത്തിലെത്തി സീതയെ അപഹരിക്കുന്നു. പൊന്മാനിന്റെ പുറകെ പോയ ശ്രീരാമദേവൻ അപകടത്തിൽപ്പെട്ടു എന്ന് സംശയിച്ച സീതാദേവി ലക്ഷ്മണനെ ഭർത്സിക്കുന്നു. ലക്ഷ്മണൻ മാറിയ നേരം രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകും. തടഞ്ഞ ജടായുവിനെ രാവണൻ ആക്രമിക്കുന്നു. തിരിച്ചെത്തിയ ശ്രീരാമൻ ജടായുവിന് മുക്തി നൽകുന്നു. ഇത്രയും കഥാഭാഗങ്ങളാണ് ഇന്നത്തെ വായനയിൽ. ശൂർപ്പണഖ വിലാപം. രാവണഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനാശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ തൻ മുൻപിൽ വീണുടൻ മുറയിട്ടാൾ. കുലയും മൂക്കും കാതും കൂടാതെ ചൂരയുമായ അലറും ഭഗിനിയോടവന് മുറ ചെയ്താൽ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് രമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവേൻ. സത്യം ചൊല്ലെന്ന നേരം അവള് മുര ചെയ്താൽ. എത്രയും മൂടൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷടൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നത് കൊണ്ടു ചൊല്ലുന്നു നിന്ന വ്യത. ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു ഘട്ടമോർത്താൽ. എന്നത് കേട്ട് ചോദിച്ചിടിനാൻ ദശാനനൻ, എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും. എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവേനവനെ ഞാൻ. സോദരി ചൊന്നാളത് കേട്ടു രാവണനോട്, യാതുദാനാധിപതിയെ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം. കാനനത്തോടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ജാവബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിരുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു എന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാവനി തന്നെ കണ്ടാൽ നാരികൾ അവണ്ണം മറ്റിലില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിദാനും ഗൗരിയും വാണിയും മാതുമിന്ദ്രാണിദാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും. നാണം പൂണ്ടൊളിച്ചിടും ഇവളെ വഴിപോലെ കാണുമ്പോൾ അങ്കനും ദേവതയല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം, വികൽപ്പമില്ലവൾ അതിനിപ്പോ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കിവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽക്കുജനാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ. വൃത്താന്തം ഖരനോട് ചെന്ന് ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം ദക്തരഞ്ജലനാകിയോടും അവൻ. രോക്ഷവേഗേന ചെന്ന് രാമനോടേറ്റ നേരം നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശംഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കർണനേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വത്സകാശത്തിലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തു കീടെത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗി വസിക്ക കൊണ്ടാകുന്നു ദേവരാധേ. രാമനോടേറ്റാൽ നിനക്ക് ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ.
മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദര വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്തമോർത്താളം ഇതമൊരു മർത്യനാൽ 3.25 നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമൻ എന്നത് നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനേകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ. ധാരാവൂന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്ന് ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലെന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ. കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും പഠിക്കേണ്ട ഞാനൊന്നുകൊണ്ടും യുദ്ധമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത് രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. രാവണമാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയവൈരി പാരാവാരമാം തീരം തത്ര. മാരീയാശ്രമം വ്യാപിച്ചിടിനാനതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും. മൗനവും പൂണ്ട് ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരിവീടിന മാരീജനും. ലൗകികാത്മന ഗൃഹത്തിങ്കലാഗതനായ ഉപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ട് തന്മാറിൽ അണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമിപ്പോൾ ചോദിച്ചു മാരീജനും. എന്തൊരാഗമനം ഇതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യം അല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളൂരിൽ മുമ്പനല്ലോ. ന്യായമായി കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലേനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കെന്ന് നിന്നെപ്പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകൻ അധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ. രാമലക്ഷ്മണന്മാരെന്നിരുവരും എതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും. ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാൽ എന്നുടെ ഭഗനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും. നിന്നു താൻ ഏകനായിട്ട് എതിർത്തുരണത്തിങ്കൽ കൊന്നിരു 3.25 നാഴിക കൊണ്ട് രാമൻ. പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. അതിന് നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീതയെ തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ, വാമഗാത്രിയെപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവീൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പന്തികന്ധരവാക്യം കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം, നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോൾ ശത്രുവാകുന്നതവൻ. നല്ലത് നിനക്ക് ഞാൻ ചൊല്ലുവേൻ കേൾക്കുന്നാകിൽ, നല്ലതല്ലേതും നിനക്ക് തൊഴിലറുക നീ. രാമചന്ദ്രനുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്ന മണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം. രാക്ഷസവംശം പാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ
ഞാൻ അതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനുശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭു. പത്മസംഭവം മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നത് കേട്ടു ചിന്തിച്ചു വിധാതാവ് മർദ്ദിച്ചു ദയാനിധി. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്ന് സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ. പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞത് നിർമ്മണനാല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരൻ പരമാത്മാതാൻ അരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്ന് എന്നെ കൊല്ലുവാൻ ഭാവിച്ചത്. സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ അവണ്ണമെല്ലാം നാക്കുവാൻ ഞാൻ ആരടോ. നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. എന്ന് മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങ് പോന്നിടുവീൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ട് തന്നെ. എന്നതു കേട്ടു വിചാരിച്ചതു മാരീചനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ച് ആമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്ന് ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി. എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തികന്ധരൻ തേരിലമ്മാറ് കരേറിനാൻ ചെന്താർ ബാണനും തേരിലേറിതാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ധനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്ത് മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടി ഉൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്ന് കടാക്ഷിച്ചും. രാഘവാ സമസ്തലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ട് വിസ്മയം പൂണ്ടാൾ. രാവണജ്യേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ കാന്തേ കേൾനി. രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജി. നീ ഒരു കാര്യം വേണം അതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ തന്നെ രാവണം വധം കഴിഞ്ഞുകൂടുവോളും. ആശ്രയാശങ്കാൽ ഇരുന്നീടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരാക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവിദാനം കോമളഗാത്രിയായ മാതാമായ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിരു മഹാവിഷ്ണുമായേയും. അപ്പോൾ മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. കർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതും എത്രയടുത്തു വന്നിരുന്നിടുന്നു മരിക്കമുണ്ടെത്രയുമെന്ന് തോന്നും. കളിപ്പാൻ സുഖമുണ്ടിത് നമുക്കിങ് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിടുക വൈകാതെ മടിച്ചിടരുതേതും കർത്താവേ ജഗൽപതി. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ. യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും
എന്നരുൾ ചെയ്ത ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിരു മൃഗത്തെ കൊല്ലുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. അടുത്തമുഴു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായത് നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം. എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനം അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോറിയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേയെന്ന് ജഗന്നാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാൻ, അയ്യോ പാപം, ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ആഹാ മേ വിധിബലം പാഹിമാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക മടിയാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയില്ലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ. രക്ഷിച്ചുകൊള്ളു ചെന്ന് ലക്ഷ്മണ മടിയാതെ, രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമില്ലെങ്കിൽ അയ്യയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിക്കായി കാര്യേ ദേവി കേൾക്കേണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരൻ എത്രയും ഏറ്റം കരഞ്ഞതവൻ തന്നെ. അന്ധനാ ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ എന്തിരുപടിയെയും കൊണ്ട് പോയിടാമല്ലോ. പന്തി കന്ധരൻ തനിക്കതിനുള്ള ഉപായമിത് എന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നത് അത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും അവചേഷ്ടനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായതെന്നറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചീടുകൾ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്ന നാഥേ. ജാനകി അത് കേട്ട് കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കിച്ചൊല്ലിനാൾ അത് നേരം, രക്ഷോജാതിയിലത്ര നീയുമുണ്ടായി നൂനം, പ്രാതനാശത്തിനത്രേ കാക്ഷിയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ. രാമനാശാം കാക്ഷിതനായ ഭരതന്റെ കാമ സിദ്ധ്യർത്ഥം അവൻ തന്നോട് നിയോഗത്താൽ കൂടെ പോന്നിരു നീയും. രാമന് നാശം വന്നാൽ കൂടമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും, ഇന്നുമൽ പ്രാണത്യാഗം ചെയ്യുവേൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാത്യാഹരണോദ്യനായ നിന്നെ സോദരബുദ്ധ്യാധരിച്ചീല രാഘവനേതും. രാമനെയൊഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലല്ലോ. ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി അവൻ അവളോടുര ചെയ്താൻ, നിനക്കു നാശമടുത്തിരിക്കുന്നു പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി, ദിഗ്ദിഗന്ധത്യം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ, മനുവംശാദീശ്വര പത്നിയെ വഴിപോലെ. ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പുരുജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്തനായി അവതരിച്ചിടിനാനവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി കുടജാങ്കണേ വന്നു നിന്നിതു ശാസനം. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതിയായി. തത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും തത്വാ സ്വാഗതവാക്യമുക്താ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരം ഇരുന്നിടുക തപോനിധി. ഭർത്താവ് വരുമിപ്പോൾ ത്വൽ പ്രിയമെല്ലാം ചെയ്യും, ക്ഷുത്രാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലമങ്ങൾ കേട്ടു തത്തരം ഭിക്ഷുരൂപി സുസ്മിതം ചെയ്തു ചോദ്യം ചെയ്ത, കമലവിലോചനെ കമനീയാങ്കി നീ ആരോമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണിതാനേ വാഴുന്നതെന്തൊരായിരപാണികളും ഇല്ലല്ലോ സഹായമായി.
നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയും അത് കേട്ടുര ചെയ്തിടിനാൻ. മേദിനി പതിവരനാം അയോധ്യാധിപതി പാട്ടമില്ലാതെ ദശരഥാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുത വീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ. ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായിടുന്നല്ലീ ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിപവാസേ. പൗലസ്ത്യതനേനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിൽ എന്നെ അറിയാതാരുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലം അതിനു നീ പോരേണം മയാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം താപം ഉൾക്കൊണ്ട് കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചെന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരിമിപ്പോൾ മേദിനീപതി മമ ഭർത്താവ് ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണ ഏറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിച്ചിതായെന്ന നേരം തന്നെ രൂപം നേരെ കാട്ടിനാൻ. മഹാഗിരി സന്നിഭം ദശാനനം 20 മഹാഭുജം. അഞ്ജനശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവപത്നിയെയും തേരതല എടുത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ആഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ ആഹാ മൽപ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുദ്ധാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും സിദ്ധരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെപ്പോൽ ബദ്ധവൈരത്യോട് അതിക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അദ്ദിയും പത്രാനിലക്ഷുദ്ധമായി ചമയുന്നത്ര തികളെന്നു വിദ്രുതമതു നേരം കാൽനഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തീർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും മുടങ്ങിയതെന്നാർത്തി പൂൺ ഉഴുന്നൊരു രാത്രിഞ്ചരണപ്പോൾ ധാത്രീപുത്രിയെത്തത്ത ധാത്രയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കിലെ കുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത്ത ചിത്തത്തോടും ദക്ഷിണ നിക്കു നോക്കി മറ്റൊരു തേരിലേറിത്തെറ്റെന്ന് നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിറ്റു വീഴുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാൻ ജാനകി ദേവിതാനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്നു പൃഥ്വിപുത്രിയും വരം പത്രിരാജന് നൽകി. പൃഥ്വിപുത്രിയും പുത്രിമണ്ഡലമകന്നാശ് മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവാ ജഗന്നായകാദയാനിധി നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചു കൊള്ളണമേ ദേവരാധയാനിധേ. രാമ
രാമാത്മാ രാമ ലോകാവിരാമ രാമ. ഭൂമിദേയും എന്നെ വെടിഞ്ഞാളിത് കാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപതി. കൗണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസ മഹാസത്വവാരിധേനാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രണിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ. ചിത്തവേഗേന നടന്നീരിനാനത് അത് നേരം. പൃഥ്വീപുത്രിയും കീഴ്പോടാശു നോക്കുന്നേരം. ആദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരി വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർത്ഥഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രന് കാൺമാൻ യോഗം വന്നരികന്നകതാരിൽ. സ്മൃത്വ കീഴ്പോട്ട് നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞില്ലേതുമപ്പോൾ. അബ്ദിയുമുത്തീര്യതൻ വർത്തനം ഗത്വാദൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകഗാനനാദേശേ. ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലേ. ഹൃദ്യന്മാരായ നിജ രക്ഷോനാരികളെയും നിത്യവും പാലിച്ചുകൊള്ളുന്നുറപ്പിച്ചു തന്റെ വസ്ത്യമുൾപ്പുക്ക് വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീദേവി പാതിവർത്യമാശിത്യ വസിച്ചിടിനാൾ അതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി ഭക്തവും കുമ്പിട്ട് സന്തപ്തമാം ചിത്തത്തോടും രാമരാമേരി ജപധ്യാനനിഷ്ഠയാ ബഹുയാമിനി ചരകുലനാരികളുടെ മധ്യേ നീഹാര ശീതാ തപ പാദപീഠയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കൽ ആർക്കില്ലാതു. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപീണം മാരീചാസുരമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനർ ആഗതമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാട് നടന്നൂരനന്തരം ബാലകൻ വരവീക്ഷ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ട് രാഘവൻ താനും ഉൾക്കാമിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതും അറിഞ്ഞീലല്ലോ പരമാർത്ഥം. ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോനായകൻ കൊണ്ടുപോയത് മായാ സീത ലക്ഷ്മി ദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. വന്യമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ. മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പൂച്ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണനെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്ക് വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്സവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായ വംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഭനാകുമെന്നുടെ ചരിതവും മായാ വൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും. ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്ന കഥാരിൽ നിർണയിച്ചവരജനോട് അരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ. രാക്ഷസരവളയും കൊണ്ടുപോകുകയോ കൊന്നു ഭക്തിച്ചു കളകയോ കണ്ട ജാതികൾക്കെന്തോ നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ട് ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരവും മുര ചെയ്തു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ആഹാ രാക്ഷസനെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ട് മുഗ്ധഗാത്രിയും തവനാദമെന്നുറക്കിയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ട് വിലപിച്ചു സത്വരഞ്ജെന്ന് രക്ഷിക്കുന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനായി ഉണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാവാഴിതമിതൂനം കാൽക്ഷണം പൊറുക്കുന്നു ഞാൻ പലപുരി ചൊന്നി. എന്നതു കേട്ട് ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരമിന്നവയെല്ലാം ഇപ്പോൾ ഇന്ദിരു മുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി.
നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നത് സൗമിത്രീ നീ, ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷന്മാരുടെ വാക്ക് സത്യം എന്നേർക്കോർക്കുന്നവൻ ഘോഷൻ എത്രയുമെന്ന് നീ അറിയുന്നതില്ലേ. രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിയില്ല. ഇങ്ങനെ ദിനച്ചുടജാന്തർഭാഗത്തിൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാ ഹാ വല്ലഭേ സീതേ, ഹാ ഹാ മൈഥിലീനാഥേ, ഹാ ഹാ ജാനകീ ദേവി, ഹാ ഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വിളിച്ചെത്തു വന്നിടുമടിയായേ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂർണ്ണന്വേഷിച്ചും കാണാഞ്ഞ വ്യവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു. വനജേക്ഷണയായ സീതേ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. മൃഗലോചനയായ ജാനകീ പുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷബന്ധമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളുമെങ്ങാനുമുണ്ടോ കണ്ടു. യുദ്ധമോരോന്നു പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു തത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവാകരണേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മേൻ അഖണ്ഡനാത്മാതകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല ജ്ഞാനമില്ലായ്യാൽ. ജടായു ഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയും അടുത്തു കാണായിരു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുൾ ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണുടോ കുമാരാ നീ. തന്വങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസർ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്ന് വന്നിടാമവർ കൊന്നാരോ ഭക്ഷിച്ചിടാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്ന് തൃപ്തനായൊരു യാതുതാനനി കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവേനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടും. അത് കേട്ട നേരം വിസ്തൃതഹൃദനായി പക്ഷിരാജനം ചൊന്നാൻ. വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവദാതന് വിശേഷിച്ചു. സ്നിഗ്ധനായിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കണ്ടുകൊണ്ടാകാശി പോകുന്ന നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്ന് തടുത്തവന് യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും. അപ്പോൾ കുഷ്ഠവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മര്യായേൻ നിന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധി, തൃക്കഴില നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തു തൻ തൃക്കൈകൾ കൊണ്ട് തലോടിനാനാവാം ഉടൽ. ദുഃഖാസുപ്ത തനേനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീ. എല്ലാം എന്നത് കേട്ട് ചൊല്ലിനാൻ ജടായുവും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി. മരണപീഠയാലെ നല്ലത് വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റീടും വണ്ണം മരിപ്പാനവകാശം.